Good morning, students. We have already discussed the concept like the linear programming. It's an ultimate purpose for the linear programming, maximization profit and minimization of losses. And also limited resources are used and to find an optimal solution. So we have already discussed the linear programming, definition of linear programming and certain assumptions of linear programming, merits and demerits of linear programming, etc. The next concept, so linear programming generally uses of mathematical models or mathematical equation. So these mathematical models to linear programming, it's a formulation that is certain steps of mathematical models to LPP. LPP means linear programming problems. So then this formulation of mathematical models to LPP, it's also known as steps of LPP. So mathematical മോഡലിലൂടെ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്യുന്ന എങ്ങനെ എന്തൊക്കെ സ്റ്റെപ്സിലൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ such as maximization or minimization. First of all, to identify the objective function, that is actually as the main objectives of the linear programming or every organization, maximum profit and minimization, minimize the cost. That is identify the objective function such as maximization or minimization. ആദ്യം നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യും. പ്രധാനമായിട്ടും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത് ഒന്ന് മാക്സിമൈസേഷൻ മാക്സിമം സെയിൽസ്, മാക്സിമം പ്രോഫിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓർ മിനിമൈസേഷൻ, മിനിമം കോസ്റ്റ്, മിനിമം എക്സ്പെൻസസ്. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ഫോം ഓഫ് a into x1 plus b into x2 where a and b are constraints and x1 and x2 decision variables. അപ്പോൾ അത് സാധാരണ ആ ഒരു ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യുക ലീനിയർ പ്രോഗ്രാമിംഗ് പ്രകാരം a into x1 അല്ലെ ax1 പ്ലസ് b into x2 അല്ലെങ്കിൽ bx2. അപ്പോൾ a ആൻഡ് b ആർ ദ കൺസ്ട്രെയിൻസ്. എയും ബിയും അതിനകത്തെ കൺസ്ട്രെയിൻസ് ആണ്. x1 x2 എന്ന് പറയുന്നത് ഡിസിഷൻ വേരിയബിൾസ് ആണ്. അപ്പോൾ സാധാരണ പറയാം a into x1 പ്ലസ് b into x2, ദാറ്റ് ഈസ് a ആൻഡ് b ആർ ദ കൺസ്ട്രെയിൻസ് ആണ്. x1 x2 അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഡിഫറെന്റ് ഡിസിഷൻ വേരിയബിൾസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ദാറ്റ് ഈസ് ax1 പ്ലസ് bx2 എക്സെട്ര. അങ്ങനെയാണ് പോവുക. സ്റ്റെപ്പ് 2, ഐഡന്റിഫൈ ദ കൺസ്ട്രെയിൻസ്. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒബ്ജക്റ്റീവ് എന്താ നോക്കി. ചിലപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ആയിരിക്കും അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഐഡന്റിഫൈ ദ കൺസ്ട്രെയിൻസ്, അതിനെ ബാധിക്കുന്ന അതിന്റെ കൺസ്ട്രെയിൻസുകൾ എന്തൊക്കെ എന്നുള്ളത് നോക്കണം. ഇറ്റ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ആസ് ലീനിയർ ഈക്വാലിറ്റീസ്. ലീനിയർ ഈക്വാലിറ്റീസിന്റെ ബേസിലാണ് കൺസ്ട്രെയിൻസുകളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. കൺസ്ട്രെയിൻസ് ആർ ഇൻ ദ ഫോം ഓഫ് c1 x1 പ്ലസ് c2 x2. c1 x1 പ്ലസ് c2 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ആ c1 x1 പ്ലസ് c2 x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b where c1 c2 and b are the constraints. അപ്പോൾ c1ഉം c2ഉം b are the constraints. ഇങ്ങനെ b where c1 c2 എന്ന് പറയുന്നതൊക്കെ കൺസ്ട്രെയിൻസുകളാണ്. അപ്പോൾ x1 x2 നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിഷൻ വേരിയബിൾസ് ആണ്. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ദ കൺസ്ട്രെയിൻസ് ഐഡന്റിഫൈ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ്, എക്സ്പ്രസ് ദ പോസിബിൾ ആൾട്ടർനേറ്റീവ് മാത്തമാറ്റിക്കൽ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. എക്സ്പ്രസ് ദ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് മാത്തമാറ്റിക്കൽസ് ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. മാത്തമാറ്റിക്കൽ ടേംസ് ഓഫ് വേരിയബിൾസിൽ നമ്മൾ മാക്സിമം പോസിബിൾ ആൾട്ടർനേറ്റീവ്സിനെ എക്സ്പ്രസ് ചെയ്യാം. മാക്സിമം പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആൾട്ടർനേറ്റീവ്സിനെ എക്സ്പ്രസ് ചെയ്യാം. സ്റ്റെപ്പ് 4, ഡിറ്റർമിൻ ദ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ്. അതിനകത്ത് നോൺ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള, നോൺ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ വീട്ടിലെ പോസിറ്റീവ് ആയിട്ടുള്ള നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യും. It is called a non-negative restriction. x1, x2 being the number of units produced cannot have a negative values. Thus both of them can assume only greater than or equal to 0. 0 values, that is standard form. നാലാമത്തെ സ്റ്റെപ്പ് നോക്കുക, ഡിറ്റർമിൻ ദ നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ. നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ആ പോസിറ്റീവ് റെസ്ട്രിക്ഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ്
Non-negative restrictions. x1, x2 being the number of units produced cannot have a negative value. x1, x2 എന്ന് പറഞ്ഞാൽ ഡിസിഷൻ വേരിയബിൾസ് ആയിട്ടുള്ള ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് യൂണിറ്റ്സുകൾ ഒരിക്കലും കനോട്ട് ഹാവ് എ നെഗറ്റീവ് വാല്യൂ. അതൊരിക്കലും എന്തുണ്ടാവാൻ പാടില്ല, നെഗറ്റീവ് വാല്യൂ ഉണ്ടാവാൻ പാടില്ല. ദസ് ബോത്ത് ഓഫ് ദം ക്യാൻ അസ്യൂം ഓൺലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വാല്യൂ. സ്റ്റാൻഡേർഡ് ഫോം. അപ്പം ഇത് x1, x2 എന്ന് പറയുന്ന നമ്പർ ഓഫ് വേരിയബിൾസും നമ്പർ ഓഫ് യൂണിറ്റ്സും ഒക്കെ നെഗറ്റീവ് വാല്യൂ ആവാൻ പാടില്ല. അപ്പം ഇതൊക്കെ ഈ പറയുന്ന അതിനകത്തുള്ള എല്ലാ ആൾട്ടർനേറ്റീവ്സും അല്ലെ എല്ലാ വേരിയബിൾസും ബോത്ത് ഓഫ് ദം ക്യാൻ അസ്യൂം ഓൺലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ ഈസ് ഈക്വൽ ടു 0. 0-നേക്കാണോ കൂടുതലോ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഒന്നിക്കെ 0 അല്ലെങ്കിൽ 0-നേക്കാണോ കൂടുതലോ വാല്യൂ ആവണം. അപ്പം 0-നേക്കാണോ കുറവുള്ള വാല്യൂവിനെ നമ്മൾ എന്താ വിളിക്കുക, നെഗറ്റീവ് എന്നല്ലേ. അപ്പോൾ ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല. മനസ്സിലായോ? ക്യാൻ അസ്യൂം ഓൺലി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വാല്യൂ. ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഫോം. അതാണ് ഈ ലീനിയർ പ്രോഗ്രാമിന്റെ സ്റ്റാൻഡേർഡ് ഫോം. ഫസ്റ്റ് വൺ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിനകത്ത് എഴുതിയെന്നുള്ളൂ. ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ such as maximization or minimization. Second, identify the constraints. Third, constraints identify c1 x1 plus c2 x2 greater than or is equal to 0. 0-നേക്കാണ് കൂടുതലായിരിക്കണം. 0 അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തില്ല, അതാണ് ലാസ്റ്റ് പറഞ്ഞത്. എക്സ്പ്രസ് ദ അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു. എക്സ്പ്രസ് ദ പോസിബിൾ ആൾട്ടർനേറ്റീവ്സ് മാത്തമാറ്റിക്കൽ ഇൻ ടേംസ് ഓഫ് വേരിയബിൾസ്. Fourth, determine the non-negative restriction. Non-negative restriction നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് both of them can assume only greater than or equal to 0 value. That is standard form. അപ്പം 4 സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഒബ്ജക്റ്റീവ് ഐഡന്റിഫൈ ചെയ്യുക, രണ്ടാമത്തെ കൺസ്ട്രെയിൻ ഐഡന്റിഫൈ ചെയ്യാം, എന്നിട്ട് മോസ്റ്റ് പോസിബിൾ സൊല്യൂഷൻ ഏതാണെന്ന് കണ്ടെടുത്ത് പിന്നെ അതിനകത്ത് നോൺ നെഗറ്റീവ് റെസ്ട്രിക്ഷൻ ഡിറ്റർമിൻ ചെയ്യാം. നെഗറ്റീവ് ഉണ്ടാവാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഒരു എക്സാമ്പിൾ നോക്കിയോ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണെങ്കിൽ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുക z വാല്യൂ വെച്ചിട്ടാണ്. നമ്മൾ മുന്നേ പഠിച്ചില്ലേ, മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 200x1 പ്ലസ് 300x2. അതാണ് മാക്സിമൈസിങ് വാല്യൂ. മിനിമൈസ് കുറക്കുകയാണെങ്കിൽ z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 8x2. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ax1 പ്ലസ് bx2, z ഈസ് ഈക്വൽ ടു ax1 പ്ലസ് bx2. എക്ക് പകരം 200 കൊടുത്ത് ബിക്ക് പകരം 300 കൊടുത്ത്. അപ്പോൾ മാക്സിമൈസ് ആണെങ്കിൽ കുറേ വലിയ വാല്യൂ ആയിരിക്കും, മിനിമൈസ് ആണെങ്കിലോ ചെറിയ വാല്യൂ ആയിരിക്കും. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മനസ്സിലായല്ലോ. മാക്സിമൈസ് z ഒരു എക്സാമ്പിൾ ആണ് 200x1 പ്ലസ് 300x2. മിനിമൈസ് ആണെങ്കിൽ z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 8x2. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് കൺസ്ട്രെയിൻസ്. ഇത് രണ്ടുമാണ് ശരിക്കും നോക്കണം, ബാക്കിയൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. സെക്കൻഡ് സ്റ്റെപ്പ് കൺസ്ട്രെയിൻസ് എപ്പോഴും നമ്മൾ സബ്ജക്റ്റ് ടു എന്ന് പറഞ്ഞിട്ടാണ് എഴുതുക. കൺസ്ട്രെയിൻസ് എന്ത് പറഞ്ഞിട്ടാണ് എഴുതുക, സബ്ജക്റ്റ് ടു. കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു 6x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. 2-നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ അതിനേക്കാളും ഈക്വലോ ആയിരിക്കും 6x1 പ്ലസ് 2x2. അടുത്തത് വേറൊരു സബ്ജക്റ്റ്, 2 സബ്ജക്റ്റ് ഉണ്ടാവും, നമുക്ക് അതിനകത്ത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്തിട്ട് എങ്ങനെയും ചെയ്യാം. 2x1 പ്ലസ് 2x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 24. 24-നേക്കാളും കൂടുതൽ ആണ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആണ് 2x1 പ്ലസ് 2x2. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ എഴുതുക. അപ്പോൾ അതിനകത്ത് ഒന്നും കൂടി നമുക്ക് മൂന്നാമത്തെ സ്റ്റെപ്പിൽ മാക്സിമം പോസിബിൾ സൊല്യൂഷൻ നമ്മൾ എഴുതി. 2 സബ്ജക്റ്റ് ഉണ്ട്. ഫോർത്തായിട്ട് പറയുന്ന സ്റ്റെപ്പിൽ എന്തായിരുന്നു, നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് കണ്ടെത്തണം. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ 0-നേക്കാളും കുറവാകാൻ പാടില്ല. x1ഉം x2 അതല്ലേ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. സോ x1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. x1 എന്ന് പറയുന്നത് 0-നേക്കാളും കൂടുതലാണ് അല്ലെ ഈക്വൽ ആണ്. x2 എന്ന് പറയുന്നത് 0-നേക്കാളും കൂടുതലാണ് ഓർ ഈക്വൽ ആണ്. ഇത്രയാണ് ശരിക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇതിനകത്ത് പ്രൂവ് ചെയ്യാനുള്ള. ഒരു എക്സാമ്പിൾ നോക്കിയോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണെങ്കിൽ z ഈസ് ഈക്വൽ ടു 200x1 പ്ലസ് 300x2 ഓർ മിനിമൈസ് z ഈസ് ഈക്വൽ ടു 5x1 plus 8x2. Constraints subject to 6x1 plus 2x2 greater than or is equal to 2. 2x1 plus 2x2 greater than or is equal to 24. The next maximum possible solution ഇവിടെ നിന്ന് കിട്ടി. നാലാമത്തെ സ്റ്റെപ്പ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് x1 greater than or is equal to 0, x2 greater than or is equal to
0. Okay. Next question നോക്കൂ. An animal feed company must produce at least 200 kgs of a mixture consisting of ingredients x1 and x2 daily. x1 cost rupees 3 per kg and x2 rupees 8 per kg. No more than 80 kg of x1 can be used and at least 600 kgs of x2 must be used. Formulate the mathematical models to the problem. അപ്പോൾ എന്താ പറയുക, ഒരു അനിമൽ ഫീഡ് കമ്പനിയിൽ മസ്റ്റ് പ്രൊഡ്യൂസ് അറ്റ്ലീസ്റ്റ് 200 ഓഫ് മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ്. ഒരു 200 kgs മിക്സ്ചർ ഉണ്ടാക്കുന്നുണ്ട്. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ വളം ആണ് ഉദ്ദേശിക്കുന്നത്. മിക്സ്ചർ കൺസിസ്റ്റിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഫീഡ് കമ്പനി അല്ലെങ്കിൽ അതിൻ്റെ വളമല്ല, എനിമൽ ഫീഡ് കമ്പനി എനിമൽസിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അതിൻ്റെ പലതിൻ്റെയും മിക്സ്ചർ അവർ ഉണ്ടാക്കുകയാണ്. നമ്മളെ മിക്സ്ചറല്ല, എനിമൽസിൻ്റെ ഫീഡ് ചെയ്യാനുള്ള കമ്പനിയാണ്, അവർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. മിക്സ്ചർ കാലിത്തീറ്റ പോലുള്ള കാര്യങ്ങൾ. കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഗ്രീഡിയൻസ് x1 ആൻഡ് x2 ഡെയിലി. x1ഉം x2 ഡെയിലി ഉണ്ടാക്കുന്നുണ്ട്. x1 കോസ്റ്റ് rupees 3 per kg. x1ന്റെ കോസ്റ്റ് വരുന്നത് 3 രൂപ ഒരു കിലോന്. x2ന്റെ കോസ്റ്റ് വരുന്നത് 8 per kg, 8 രൂപയാണ്. നോ മോർ ദാൻ 80 kg ഓഫ് x1. x1 80 kgയിൽ കൂടാൻ പാടില്ല, 80 കിലോ കൂടാൻ പാടില്ല. x1 ക്യാൻ ബി യൂസ്ഡ്. അപ്പം x1 എന്ന് പറയുന്നത് 80 kg ആയിരിക്കണം, 80 kg വരെ ഉണ്ടാവുള്ളൂ. ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് x2. x2 എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് എന്തേ ഉണ്ടാവാൻ പാടുള്ളൂ, 60 കിലോ ഉണ്ടാക്കാൻ പാടുള്ളൂ. മസ്റ്റ് ബി യൂസ്ഡ്. അപ്പം 80 കിലോ x1ഉം 60 കിലോ x2ഉം കൂടി ചേർത്തിട്ടാണ് ഇവർ മിക്സ്ചർ ഉണ്ടാക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ x1ന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ₹3 per kg ആണ്. x2ന്റെ കോസ്റ്റ് ₹8 per kg ആണ്. ഫോർമുലേറ്റ് ദ മാത്തമാറ്റിക്കൽ മോഡൽസ് ടു ദി പ്രോബ്ലം. നമ്മളോട് ഈ പ്രോബ്ലം മാത്തമാറ്റിക്കൽ മോഡൽ പ്രൂവ് ചെയ്യാൻ പറയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എഴുതാം x1 x2 അല്ലേ നമ്മളെ കണ്ടന്റ്, അത് തന്നെ എവിടെയും പറയുന്നത്. x1 ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് x1, x2 ഈസ് ഈക്വൽ ടു യൂണിറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് x2. ഇവിടെ x1 x2 രണ്ട് ഒന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇക്വേഷൻ പ്രകാരം x1 x2 നമ്മൾ ഇക്വേഷൻ ഉള്ളതാണ്. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ചില ക്വസ്റ്റ്യനിൽ A B എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് x1 x2 തന്നെയാണ്. അതുകൊണ്ട് രണ്ടും അങ്ങനെ തന്നെ എഴുതാൻ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. x1 എന്ന് പറയുന്നത് x2 എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷൻ ഉള്ളതാണ്. ഇപ്പൊ ചില ക്വസ്റ്റ്യനിൽ യൂണിറ്റ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് A എന്ന് പറയും, x2 എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് ഓഫ് B എന്ന് പറയും. ഇവിടെ എയും ബിക്ക് പകരം x1 x2 എന്ന് ക്വസ്റ്റ്യനിൽ തന്നുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. x1 ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ഓഫ് ദ ഇൻഗ്രീഡിയൻസ് x1, x2 ഈസ് ഈക്വൽ ടു യൂണിറ്റ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ് x2. അതാണ് നമ്മൾ എഴുതുന്ന ഇക്വേഷൻ എഴുതുമ്പോൾ. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. നമ്മളോട് എന്താ പറയുന്നത്? മിനിമൈസേഷൻ. ഓരോന്നിലും എത്രയാണ് മിനിമം വേണ്ടത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാരണം അറ്റ്ലീസ്റ്റ് യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? മിനിമം എത്ര യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളുടെ ഒബ്ജക്റ്റീവ് മാക്സിമം അല്ല, എന്താണ്? മിനിമൈസേഷൻ. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസേഷൻ. അതാദ്യം എഴുതണം. സോ മിനിമൈസ് z ഈസ് ഈക്വൽ ടു, ഇപ്പോൾ എത്രയാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു x1ന് കോസ്റ്റ് വരുന്ന 3 രൂപ, x2ന് കോസ്റ്റ് വരുന്ന 8 രൂപ. നമുക്ക് എങ്ങനെ ഇക്വേഷൻ മിനിമൈസ് ചെയ്യാം? മിനിമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അകത്ത് ഏറ്റവും മിനിമം വാല്യൂ എഴുതാന്ന് അർത്ഥം. മിനിമൈസ് z ഈസ് ഈക്വൽ ടു 3x1 പ്ലസ് 8x2. 3x1 പ്ലസ് 8x2. ഇനി സ്റ്റെപ്പ് 2 കൺസ്ട്രെയിൻസ് സബ്ജക്റ്റ് ടു എന്ന് എഴുതണേ. സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200. x1ഉം x2ഉം കൂടി കൂട്ടിയിട്ട് എന്തിൽ കൂടാൻ പാടില്ല? അറ്റ്ലീസ്റ്റ് 200 kg നമുക്ക്, അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം 200 kg പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ x1ഉം x2ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയേ ഉണ്ടാവാൻ പാടുള്ളൂ? 200 kg വരെ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200. x1ഉം x2ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരെ ആവുള്ളൂ? 200 വരെ, അല്ലെ 200ന്റെ വരെ, അല്ലെ 200 കുറവ് മാത്രമേ x1ഉം x2ഉം ഉണ്ടാവാൻ പാടുള്ളൂ. മാക്സിമം 200 വരെ, അറ്റ്ലീസ്റ്റ് 200. x1 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 80 അല്ലേ? x1 ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു 80. x1ന്റെ വാല്യൂ എന്താണ്? 80ൽ കുറവാണ്. ഇനി x2 ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു 60. x2 60നെ കാണാൻ കൂടണം. x1
greater than or is equal to 0. x1 0നേക്കാണ് കൂടുതലും. x2 greater than or is equal to 0. x2 എന്ന് പറയുന്നത് 0നേക്കാണ് കൂടുതലായിരിക്കണം. അപ്പോൾ ക്ലിയർ ആയോ? ഒന്നുമില്ല. x1 പ്ലസ് x2 സബ്ജക്റ്റ് എന്താ? x1ഉം x2ഉം കൂട്ടി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 200 വരെ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 200. ദെൻ x1ന്റെ യൂണിറ്റ് എന്താ? x1 എത്രയെ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്? നോ മോർ ദാൻ 80 kg. 80 kgയിൽ കൂടുതൽ x1 ഉണ്ടാവാൻ പാടില്ല. അപ്പം നമ്മൾ എഴുതി x1 ഗ്രേറ്റർ ദാൻ 80. ഇനി x2ന്റെ കേസിൽ പ്രത്യേകം പറയാം, അറ്റ്ലീസ്റ്റ് 600, അറ്റ്ലീസ്റ്റ് 60, അറ്റ്ലീസ്റ്റ് 60 ഉണ്ടാവാൻ പാടുള്ളൂ. സോ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 60. x2 60നെ കാണാം, അറ്റ്ലീസ്റ്റ് മിനിമം 60, മിനിമം 60 kg എങ്കിലും x2 എടുക്കണം. അപ്പോൾ വേണമെങ്കിൽ മിനിമം 60 എന്ന് പറയുന്നത് എന്താ? ഇപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം മാത്രം x1 എന്ന് പറയുന്ന കേസ് നോക്കിക്കോളെ, നോ മോർ ദാൻ 80 kg ഓഫ് x1. 80 kgയിൽ കൂടാൻ പാടില്ല x1. അപ്പോൾ ഒന്നില്ലെങ്കിൽ 80 kg വരെ എന്ത് എടുക്കാൻ പാടുള്ളൂ? x1 എടുക്കാൻ പാടുള്ളൂ. അതാണ് സിമ്പിൾ അങ്ങനെ ഇട്ടത്. ഇനി രണ്ടാമത്തെ കേസ്, ആൻഡ് അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് x2 മസ്റ്റ് ബി യൂസ്ഡ്. അറ്റ്ലീസ്റ്റ് 60 kg എന്ന് പറഞ്ഞാൽ എന്താ? 60 കിലോഗ്രാം എങ്കിലും x2 യൂസ് ചെയ്യണം. അപ്പം മിനിമം എത്ര വേണം? 60 കിലോഗ്രാം. അതിൽ കൂടാം. അപ്പോൾ x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 60. അപ്പോൾ 60നേക്കാണ് കൂടുതലാണ് എന്ത് യൂസ് ചെയ്യേണ്ടത്? x2 യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇട്ടത്. ഇനി x1 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. x1 എന്ന് പറയുന്നത് എന്താ? 0നേക്കാണ് കൂടുതലായിരിക്കണം. x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. x2 എപ്പോഴും എന്താണ്? 0നേക്കാണ് കൂടുതലായിരിക്കണം. അല്ലെ നോൺ നെഗറ്റീവ് വാല്യൂ ആവില്ലേ? ഇത്രയേ ഉള്ളൂ. ഒരു എനിമൽ ഫീഡ് കമ്പനിയാണ്, അവിടെ അറ്റ്ലീസ്റ്റ് 200 kg മിക്സ്ചർ ഉണ്ടാക്കണം, x1ഉം x2ഉം കൂടി ചേർന്നിട്ട്. x1ന്റെ കോസ്റ്റ് 3 per kg, x2 8 per kg. ദെൻ നോ മോർ ദാൻ 80 kg ഓഫ് x1. x1ന്റെ കേസ് എന്താ? നോ മോർ ദാൻ 80 kg ഓഫ് x1 ആണ് കേസ്. അപ്പോൾ നോ മോർ ദാൻ എന്ന് പറയുന്നത് എന്താ? മിനിമം 80 എങ്കിലും അവിടെ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ അതിൽ കൂടുതൽ യൂസ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ x2ന്റെ കേസിൽ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് 60 kg ഓഫ് x2 അറ്റ്ലീസ്റ്റ് 60 kg യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 80 കൂടാൻ പാടില്ല x1. പക്ഷെ 60 കൂടുതലാവാം x2, കാരണം അറ്റ്ലീസ്റ്റ് 60 എങ്കിലും യൂസ് ചെയ്യണം. ഇങ്ങനെയുള്ള ടേംസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. പറഞ്ഞത് ഗ്രേറ്റർ ദാൻ ആണോ ലെസ് ദാൻ ആണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് വരുള്ളൂ, വേറൊന്നും വരാനില്ല. സോ നമ്മളോട് മാത്തമെറ്റിക്കൽ മോഡൽ ഫസ്റ്റ് x1 യൂണിറ്റ്സ് ഓഫ് ഇൻഗ്രീഡിയൻസ് x1, x2 യൂണിറ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് x2. ഫസ്റ്റ് സ്റ്റെപ്പ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് മിനിമൈസേഷൻ. മിനിമൈസ് ആയതുകൊണ്ട് അതിനകത്ത് മിനിമം വാല്യൂ എടുക്കും. z ഈസ് ഈക്വൽ ടു 3x1 പ്ലസ് 8x2. സ്റ്റെപ്പ് 2 കൺസ്ട്രെയിൻസ്, ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റ് ദ സബ്ജക്റ്റ് ടു x1 പ്ലസ് x2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 200. x1 less than equal to 80. Then this x2 greater than or equal to 60. x1 greater than or equal to 0. x2 greater than or equal to 0. Clear ആയോ? അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ്, ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആവാത്ത പ്രശ്നമുണ്ടോ? ഓക്കെ, സൂം ചെയ്തുതരാം. എ ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് എൻഗേജ്ഡ് ഇൻ presenting two products or producing two products M and N. Each unit of product M require 4 kg of raw material and 8 labor hours for processing, whereas each unit of product N requires 6 kg of raw material and 6 hours of labor of the same type. Every week the firm has an availability of 120 kg of raw material and 192 labor hours. 1 unit of product M sold yield rupees 80 and 1 unit of product N sold gives rupees 70 as profit. Formulate this problem as a linear programming problem or LPP to determine as to how many units of each of the product should be produced per week so that the firm can earn maximum profit. Simple question ആണ്. ക്വസ്റ്റ്യൻ നീളം ഉണ്ടെന്നുള്ളൂ. A business organization is engaged in producing two products M and N.
ഒരു ബിസിനസ് ഓർഗനൈസേഷൻ 2 പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എം എന്ന് പറയുന്ന പ്രൊഡക്റ്റും എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റും. ഈച്ച് യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എം റിക്വയർ 4 kg ഓഫ് റോ മെറ്റീരിയൽ. ഓരോ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ 4 kg ഓഫ് റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് 8 ലേബർ ഹവേഴ്സ് ഫോർ പ്രോസസ്സിംഗ്. ഇപ്പോൾ 4 kg ഓഫ് റോ മെറ്റീരിയൽ എം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഓരോ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുമ്പോൾ 8 ലേബർ ഹവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Whereas each unit of product N require 6 kg of raw material. ഓരോ N എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ ഓരോ യൂണിറ്റ് ഉണ്ടാക്കാനും 6 kg of raw material യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് 6 hours of labors the same time. 6 hours labors എടുക്കുന്നുണ്ട്. Every week the firm has availability of 120 kg of raw material and 192 labor hours. അപ്പം എല്ലാ ആഴ്ചയും ആ ഒരു ഫേമിൽ 120 kg ഓഫ് റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, അവൈലബിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ 192 ലേബർ ഹവേഴ്സും എം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് 120 റോ മെറ്റീരിയൽസും kg റോ മെറ്റീരിയലും 192 ലേബർ ഹവേഴ്സും യൂസ് ചെയ്യുന്നുണ്ട് ഒരു ആഴ്ചക്ക്. 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് എം സോൾഡ് ഈൽഡ് 80. അപ്പോൾ ഒരു യൂണിറ്റ് എം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ എം വിൽറ്റപ്പോൾ 80 റുപ്പീസ് ഈൽഡ് കിട്ടി. അപ്പോൾ ഒരു യൂണിറ്റ് ഓഫ് എമ്മിന്റെ പ്രോഫിറ്റ് 80. And 1 unit of product N sold gives rupees 70 as profit. ഒരു യൂണിറ്റ് ഓഫ് N വിൽക്കുമ്പോഴും അവിടെ 70 പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റ് എം വിൽക്കുമ്പോൾ 80 പ്രോഫിറ്റ് കിട്ടും, ഒരു യൂണിറ്റ് N വിൽക്കുമ്പോൾ 70 പ്രോഫിറ്റ് കിട്ടും. Formulate the problem as a LPP to determine as how many units of each of product should be produced per week. നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഡിറ്റർമിൻ ചെയ്യാണ്. അതുകൂടാതെ ഒരു കാര്യം പറയുന്നുണ്ട്, ഒരു വീക്കിൽ എത്ര യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക. സോ വാട്ട് ദ ഫേം ക്യാൻ ഏൺ ദ മാക്സിമം പ്രോഫിറ്റ്. അതുകൊണ്ട് നമുക്ക് ആ ഫേം എത്രയാണ് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുക, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ സൊല്യൂഷൻ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയാലോ? സൊല്യൂഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നൊന്ന് എഴുതണ്ടേ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതുന്ന സ്റ്റെപ്പ് നിർബന്ധമൊന്നുമില്ല. സ്റ്റെപ്പ് 1, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഐഡന്റിഫൈ ചെയ്യും. എന്താ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ? മാക്സിമം പ്രോഫിറ്റ് ഡയറക്റ്റ് വന്നിട്ടുണ്ട്. സോ മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്. ടോട്ടൽ പ്രോഫിറ്റ് Z. നമ്മൾ ടോട്ടൽ പ്രോഫിറ്റും അല്ലെ മാക്സിമൈസേഷനും മിനിമൈസേഷനും ഒക്കെ Z കൊണ്ടാണ് പറയുക. സോ ടോട്ടൽ പ്രോഫിറ്റ് Z ഈക്വൽ ടു എത്രയാ മൊത്തം പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 80x1 പ്ലസ് 70x2. 80x1 പ്ലസ് 70x2 അതല്ലേ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. ഇതാ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതാ 80x മാക്സിമം പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു യൂണിറ്റ് ഓഫ് എം വിറ്റപ്പോൾ 80 കിട്ടി, ഒരു യൂണിറ്റ് ഓഫ് എൻ വിറ്റപ്പോൾ എത്ര കിട്ടി? 70 കിട്ടി. നമ്മളെ ഒബ്ജക്റ്റീവ് എന്താ? പ്രോഫിറ്റ് അല്ലേ. സോ Z ഈസ് ഈക്വൽ ടു 80x1 പ്ലസ് 70x2. പ്രോഫിറ്റ് ആയി, ഒബ്ജക്റ്റീവ് ആയി. സെക്കൻഡ് സ്റ്റെപ്പ് കൺസ്ട്രെയിൻസ്. Constraints one are resources are limited in supply. Resources are limited in supply. അപ്പോൾ ഓരോ റിസോഴ്സസും ലിമിറ്റഡ് ആണ്, ഒരുപാടൊന്നും തോന്നുന്ന പോലെ തരുന്നില്ല. അപ്പോൾ 4x1 എന്ന് പറഞ്ഞാൽ x1 എന്ന് പറയുന്ന അല്ലെങ്കിൽ എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നോക്കൂ. എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 kg റോ മെറ്റീരിയലും 8 ലേബർ ഹവേഴ്സും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ N എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 kg റോ മെറ്റീരിയലും 6 ഹവേഴ്സ് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം റോ മെറ്റീരിയലിന്റെ ഒരു സെറ്റ് ഉണ്ടാക്കാം. എങ്ങനെയാ ഉണ്ടാക്കുക? എം x1 x ഈക്വൽ ടു, ശരിക്കും ഇങ്ങനെ പറയാം, x1 ഈസ് ഈക്വൽ ടു എം, x2 ഈസ് ഈക്വൽ ടു എൻ. അതോടെ ഞാൻ എഴുതിയില്ല, നിങ്ങൾ എഴുതിക്കോ. x1 ഈസ് ഈക്വൽ ടു എം, x2 ഈസ് ഈക്വൽ ടു എൻ. അപ്പൊ x1നെ നമ്മൾ എം എന്നും x2നെ എന്തും കൊടുക്കാണ്? എൻ എന്നും കൊടുക്കാണ്. അപ്പൊ എം എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് പകരം x1 കൊടുക്കും, എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റിന് പകരം x2 കൊടുക്കും. എന്നാൽ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് മനസ്സിലാവും. അപ്പൊ നമുക്ക് x1 പ്ലസ് x2 അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്? 4. എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര റോ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുണ്ട്? 6. നമുക്കത് വിടാം. അപ്പോൾ റോ മെറ്റീരിയലിന്റെ ഒരാഴ്ചത്തെ മൊത്തം അവൈലബിലിറ്റി എത്രയായി? എവറി വീക്ക് ദ ഫേം ഹാസ് ആൻ അവൈലബിലിറ്റി ഓഫ് 120 kg ഓഫ് റോ മെറ്റീരിയൽ. ഒരാഴ്ചത്തേക്ക് 120 kg ഓഫ് റോ മെറ്റീരിയൽ യൂസ് ചെയ്യും. നമുക്ക് ഇക്വേഷൻ കൊടുത്തൂടെ? ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് എന്താ? 4x1 പ്ലസ് 6x2 4m പ്ലസ് 6n ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 20. എത്ര വരെയേ പാടുള്ളൂ? എത്ര കുറവേ പാടുള്ളൂ? 20ൽ കുറവേ
പാടുള്ളൂ. 4x1ഉം 6x2ഉം കൂടി ചേർത്തിട്ട് ആഡ് ചെയ്താൽ 120 വരെ റോ മെറ്റീരിയൽ ഒരാഴ്ചത്തേക്ക് കിട്ടുന്നുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കിയേ? 4x1 ക്ലിയർ ആയോ? 4m പ്ലസ് 6x2 6n ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 120. 120യിൽ കുറവായിരിക്കണം. ഈസ് ദ റോ മെറ്റീരിയൽ കൺസ്ട്രെയിൻസ്. അതാണ് എന്ത്? റോ മെറ്റീരിയലിന്റെ കൺസ്ട്രെയിൻസ്. ഇനി ലേബർ ഹവേഴ്സ് നോക്കൂ. എം എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലേബർ ഹവർ വേണം? 8. എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ലേബർ ഹവർ? 6. ഇവിടെ നോക്കൂ. ആൻഡ് 192 ലേബർ ഹവേഴ്സ്. ഒരാഴ്ചയിൽ എത്രയാണ് ലേബർ ഹവേഴ്സ്? 192. അടുത്ത കൺസ്ട്രെയിൻസ് നമുക്ക് ഉണ്ടായിക്കൂടെ? 2 കൺസ്ട്രെയിൻസ് ആണ്. ഒരു എം എന്ന് പറയുന്ന എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുണ്ട്, ലേബർ ഹവേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ റോ മെറ്റീരിയലിന്റെ ബേസിൽ നമ്മൾ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി, ഒരു വേരിയബിൾസ് ഉണ്ടാക്കിയില്ലേ? ഇനി ലേബർ ഹവേഴ്സിന്റെ ബേസിൽ ഒരു റോ മെറ്റീരിയൽ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ടാക്കണം. എങ്ങനെയാ? 8 ലേബർ ഹവേഴ്സ് എം പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. 6 ലേബർ ഹവേഴ്സ് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്? എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒരു വീക്കിലുള്ള ലേബർ ഹവേഴ്സ് 192 ആണ്. അപ്പൊ നമുക്ക് അതിന്റെ ബേസിൽ കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. 8x1 x2 അങ്ങനെ എഴുതി വെച്ചോളെ. x1 ഈസ് ഈക്വൽ ടു എം, x2 ഈസ് ഈക്വൽ ടു എൻ. എന്നാ തെറ്റിപ്പോലെ. 8x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 192. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 192. അപ്പൊ 8m പ്ലസ് 6n ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 192. അപ്പൊ 8m-ഉം 6n-ഉം എന്തിൽ കൂടാൻ പാടില്ല? 192 ലേബർ ഹവേഴ്സിൽ കൂടുതൽ ആവാൻ പാടില്ല. ഇറ്റ് ഈസ് ദ ലേബർ ഹവേഴ്സ് കൺസ്ട്രെയിൻസ്. സ്റ്റെപ്പ് 3 കഴിഞ്ഞല്ലോ. സോറി, സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞല്ലോ. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആൾട്ടർനേറ്റീവ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ 2 ഉണ്ട്. ഇറ്റ്സ് എ റോ മെറ്റീരിയൽ കൺസ്ട്രെയിൻസ് ഇട്ട്, നെക്സ്റ്റ് ലേബർ ഹവേഴ്സ് കൺസ്ട്രെയിൻസ് ഇട്ട്. ഇനി അടുത്ത് 4ാമത്തെ എന്തായിരുന്നു? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ്. നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻസ് ബോത്ത് വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. 2 വാല്യൂം എന്താകാൻ പാടണം? 0-നേക്കാണ് കൂടുതലോ ഈക്വലോ ആവാൻ പാടണം. ദേ ആർ x1, x2 ഇങ്ങനെ എഴുതിയാൽ മതിയെ. കോമയിട്ട് എഴുതാം, അല്ലെ വേറെ എഴുതാം. x1, x2 ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് ലീനിയർ പ്രോഗ്രാമിംഗ്. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും, വേറൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളുടെ മാക്സിമം പ്രോഫിറ്റ് ആണ് പറഞ്ഞത്. എം എന്ന് പറയുന്ന പ്രൊഡക്റ്റും എൻ എന്ന് പറയുന്ന പ്രൊഡക്റ്റും ഉണ്ട്. ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് എഴുതാം x1 ഈസ് ഈക്വൽ ടു എം. ഫസ്റ്റ് സ്റ്റെപ്പ് 1 എഴുതുന്നതിന് മുന്നേ അടുത്ത് ഇവിടെ ഇടാൻ വിട്ടുപോയതാ. ടെക്സ്റ്റിലൊന്നും ഇല്ല, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാ. x1 ഈസ് ഈക്വൽ ടു എം, x2 ഈസ് ഈക്വൽ ടു എൻ. സോ ഫസ്റ്റ് സ്റ്റെപ്പ്, ഐഡന്റിഫൈ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ഈസ് ദ ഒബ്ജക്റ്റീവ്. ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് z ഈസ് ഈക്വൽ ടു 80x1 പ്ലസ് 70x2. അപ്പൊ എം 80യും പ്രോഫിറ്റ് കിട്ടുന്നത് n 70യും ആണ്. അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ എഴുതാലോ. z ഈസ് ഈക്വൽ ടു 80x1 പ്ലസ് 70x2. Step 2, constraints. Resources are limited in supply. 4x1 plus 6x2 less than or is equal to 120. It is a raw material constraint. 8x1 plus 6x2 less than or is equal to 192. It is the labor hours constraints. Fourth step, no negative constraints. Both value greater than or equal to 0. They are x1, x2 greater than or is equal to 0. That's all the problem. Then next to review the concepts. First one, formulation of mathematical models to LPP. First one or steps, identify the objective constraints, maximization or minimization. AX1 plus BX2. Step 2, identify the constraints. CX1 plus C2X2 greater than or is equal to or less than or is equal to. Step 3, express the possible alternatives of mathematical terms in the value of variables. Step 4, determine the non-negative constraints, that is x1 or x2 greater than or equal to 0. That is the standard form. Then first question, one of the example, maximization z is equal to 100x1 plus 300x2. Minimization z is equal to 5x1 plus 8x2 subject to the value non-negative constraints, that is greater than or is equal to 0. First question, solution. Second question and its solution. Okay, thank you. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. സിമ്പിൾ ആണ് ലീനിയർ പ്രോഗ്രാം. എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നെ ആൻസർ ഉണ്ടാവും.
കൺസെപ്റ്റ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി കേട്ടോ. താങ്ക് യു.